ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഞാൻ ഈ ഒരു ഇലയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം നല്ല ഉത്തമ പരിഹാരമായ ഒരു സസ്യമാണ് ഇത്. ഇതിൻ്റെ പേര് കീഴാർനെല്ലി എന്നാണ്. നമ്മൾ നേരിടുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്നായി നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യത്തെ കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുമാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു ചെടിയെ നമ്മൾ നിസ്സാരമായിട്ട് കണ്ട് തള്ളിക്കളയരുത്. ഇത് ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇത് മഞ്ഞപ്പിത്തത്തെ തടയാൻ നല്ലൊരു ഉത്തമ പരിഹാര മാർഗ്ഗമാണ്. ഇതിൻ്റെ വേരായിരുന്നാലും ഇലയായിരുന്നാലും കായായിരുന്നാലും എല്ലാം നമുക്ക് കളയാതെ തന്നെ എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഔഷധ സസ്യമാണ്. മുടി വളർച്ചയ്ക്കും മുടിയിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഈ ഒരു ഇല നല്ല പരിഹാരമാണ്. അതേപോലെ ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ ഒരു ഇല കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും എല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഷുഗർ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന എത്രയോ മാതാപിതാക്കളുണ്ടെന്നറിയാമോ. അപ്പം നമുക്ക് ഷുഗറിനൊക്കെ നല്ലൊരു ഔഷധ സസ്യമാണ് ഇത്. പല രോഗങ്ങൾക്കും പല രീതിയിലാണ് ഇതിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മുടെ വീട്ടുവളപ്പിൽ ഒരെണ്ണമെങ്കിലും നട്ടു വളർത്തിയാൽ നമുക്കത് ഒരുപാട് ഗുണങ്ങളാണ് നൽകുന്നത്. ഫാറ്റി ലിവർ, മഞ്ഞപ്പിത്തത്തിന് നല്ലൊരു മരുന്നാണ് കീഴാർനെല്ലി. ഇതിൻ്റെ വേരിടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് 10 മില്ലി വീതം പശുവിൻ പാലിൽ ചേർത്ത് ഒരാഴ്ച കഴിച്ചാൽ മഞ്ഞപ്പിത്തം പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കണ്ടുവരുന്നു. അതുപോലെ ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. കീഴാർനെല്ലിക്ക് കരളിൻ്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താനും ഉള്ള കഴിവുമുണ്ട്. കീഴാർനെല്ലിയുടെ ഇലയും തണ്ടും എല്ലാം ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് BP കുറയ്ക്കാനും നല്ല രീതിയിൽ നിയന്ത്രിച്ച് നിർത്താനും നമുക്ക് സാധിക്കുന്നതാണ്. വയറിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. ഉടൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്നാണ് കീഴാർനെല്ലി. ഗ്യാസ് ട്രബിൾ മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകാം. ഇതിനെ നന്നായി അരച്ചെടുത്തതിന് ശേഷം മോരിൽ കലക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾ ഇനി എവിടെയെങ്കിലും കണ്ടാൽ വെറുതെ കളയണ്ട. നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. മുടിയിലെ താരന്, അതുപോലെ നര, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഈ ഒരു കീഴാർനെല്ലി. അപ്പോൾ ഇതിൽ ഒരെണ്ണമെങ്കിലും നമ്മുടെ വീട്ടുവളപ്പിൽ നട്ട് വളർത്തിയാൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ടാവും. ചെറിയ ചെറിയ നമ്മുടെ വീട്ടിലെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഇതൊരു ഉത്തമ പരിഹാരമാണ്. വാതസംബന്ധമായ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കായിട്ട് ഞാനൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് മാത്രം എടുത്താൽ മതിയാകും. അതിലേക്ക് 1/2 ഗ്ലാസോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കീഴാർനെല്ലി വേരും കായയും ഇലയും എല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. അപ്പം നീര് മാത്രമല്ല, അതിൻ്റെ ആ ഒരു കൊത്തും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ നീര് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വറ്റി വരണം. വറ്റി വരുന്നത് വരെ അതിനെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. അപ്പം ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതാ നല്ല പോലെ കുറച്ച് നേരം അത് കഴിഞ്ഞപ്പോഴേക്കും അതൊന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചെറിയ ചൂടോടുകൂടി നമുക്കിത് വേദനയുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കണം. ഇപ്പം നമുക്ക് കാൽമുട്ടിനാണ് വേദന എന്നുണ്ടെങ്കിൽ മുട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിതുപോലൊന്ന് തേച്ച് കൊടുത്താൽ മതിയാകും. നല്ലൊരു മാറ്റം ഉണ്ടാകും. അതേപോലെ എവിടെയാണോ നമുക്ക് വേദനയുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.